പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇരു മുന്നണികളും നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ് ദളിത് ക്രൈസ്തവരുടെ ആവശ്യങ്ങളെന്ന് അത്യാവശ്യമൊന്നുമില്ല പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി ചില വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക ആ മുന്നണി ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവർ ആ മുന്നണി നമുക്ക് നൽകിയതായിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കും എന്ന് അറിഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരുന്ന തെരഞ്ഞെടുത്തത് ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സമരമുഖങ്ങളും തുറക്കുവാനാണ് കേരളത്തിലെ ദളിത് ക്രൈസ്തവർ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് വാഗ്ദാനങ്ങൾ നൽകിയ ഒരു മുന്നണിയാണ് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ദളിത് ക്രൈസ്തവർ ഇന്ന് കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖല മാത്രമെന്ന് നമ്മൾ പറയുന്നില്ല. എങ്കിലും ഏറ്റവും അടിയന്തരമായി ഒരു തലമുറ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഏറ്റവും ശക്തമായി വരണമെങ്കിൽ വിദ്യാഭ്യാസം നമുക്ക് അനിവാര്യമാണ്. വിദ്യാഭ്യാസത്തിൻ്റെതായിരിക്കുന്ന അവകാശങ്ങൾ നമുക്ക് ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് ലഭിക്കുന്നില്ല. എന്നാൽ കേരളത്തിൽ 59 കാലഘട്ടങ്ങളിൽ ലഭ്യമായിട്ടുള്ള 1% സംവരണം അത് ഒന്ന് വർദ്ധിപ്പിക്കുക എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് 4% വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നൽകുന്നതായിട്ടുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഒട്ടുമിക്കതും ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്കും നൽകാമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിസഭ നേതൃത്വം കൊടുക്കുന്ന മുന്നണി നമ്മളോട് അല്ലെങ്കിൽ നമ്മോട് സംസാരിച്ചത് അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. ഈ ചില വർഷങ്ങൾ അത് കഴിഞ്ഞു പോയിട്ടും ഇന്നും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് അല്പമാത്രം ഒരു മാറ്റം വരുത്തിയതല്ലാതെ ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ അതിന്റെ ഒപ്പം വെച്ചാൽ ഇന്നും സാധ്യമായി തന്നിട്ടില്ല. എനിക്ക് മുന്നമേ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട രാജു സാറോട് പറഞ്ഞു, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ലഭിക്കുമ്പോൾ അത് ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾ ലഭ്യമാകുമെന്നാണ് ഇവിടെ ഭരണ നേതൃത്വങ്ങൾ അത് നമ്മളോട് പറഞ്ഞിരുന്നത്. ഒട്ടുമിക്ക വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും നമുക്ക് ലഭ്യമാക്കി തരും എന്നുള്ളതായിട്ടുള്ള ആ വാഗ്ദാനങ്ങളെ ലഭ്യമായി ലഭിക്കുന്ന സമരം വരെ നമ്മളിവിടെ സമരം കാണുവാൻ വന്നവരല്ല, സമരം ചെയ്യുവാൻ വന്ന സമരപരന്മാരാണ്.
സെക്രട്ടേറിയറ്റ് പടിക്കൽ ധാരാളം സമരങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ ഇവിടെ സമരം നടത്തി മടങ്ങിപ്പോകുക എന്നുള്ളതല്ല. നമ്മുടെ സമരങ്ങൾ, നമ്മുടെ മുദ്രാവാക്യങ്ങൾ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ വനരോധനങ്ങളാണെന്ന് ഇവിടുത്തെ